3 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോകണം. അപ്പോൾ കേരളത്തിന്റെ അടുത്ത ഭരണം ആരിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചേഞ്ച് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏത് പാർട്ടിയും കൺസിക്യൂട്ടീവായി ഭരിക്കുന്നത് ഒരു നാടിന് ശരിയല്ല. ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും ലീഗ് ആണെങ്കിലും ആപ്പ് ആണെങ്കിലും മാറി മാറി വരണമെന്നാണ്. അപ്പം എനിക്ക് പ്രത്യേക കക്ഷി രാഷ്ട്രീയങ്ങളില്ല. പക്ഷേ CPM മാറി കോൺഗ്രസ് വരണമെന്നുള്ളതാണ് എൻ്റെ ബേസിക് ആഗ്രഹം. നമ്മൾ തുറന്നു പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈയിടെ ആയിട്ടില്ലേ BJPയുടെ എന്താണ് പ്രേക്ഷകരുടെ ഇഷ്ടം കൂടി തുടങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈയിടെ ഇപ്പോൾ ട്രിവാൻഡ്രം പിടിച്ചടക്കി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. തിരുവനന്തപുരത്തും അടക്കം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ ബജറ്റിൽ കേരളത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളൊന്നും ഇല്ലാത്തത് വിഷമിപ്പിച്ചു. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു BJPക്കാരുടെ പോലും മൂഡ് എന്നതുകൊണ്ട് സ്പോയിലായി. എന്തെങ്കിലുമൊക്കെ തരുമ്പോഴാണല്ലോ നമുക്കൊരു സ്നേഹവും മറ്റും തോന്നുന്നത്. കേരളത്തിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അടുത്തൊരു കോൺഗ്രസ് CPM മാറി കോൺഗ്രസ് വരുന്നതാണ് നല്ലതെന്നാണ്. ഇനിയും കോൺഗ്രസ്സുകാരും കാലാന്തരത്തിൽ ഇരിക്കണമെന്നല്ല, അത് മാറി വേറൊരു പാർട്ടി വരണം. അങ്ങനെ ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ വിലവെക്കില്ല. നമ്മുടെ ജനങ്ങളെ വിലവെക്കണമെങ്കിൽ പാർട്ടികൾക്ക് അവർ മാറുമെന്നുള്ളൊരു ചെറിയ ഭയവും പേടിയും വേണം. എന്നാലേ ജനങ്ങളെ ബഹുമാനം കാണും. മാറി വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും പിണറായി ഭരണം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ അവരുടെ വലിയ ബഹുമാനമാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം മാറി ഒന്നെങ്കിൽ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ശശി തരൂരോ അല്ലെങ്കിൽ KC വേണുഗോപാലോ പോലുള്ള ആരെങ്കിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വരട്ടെ എന്നാണ് പ്രതീക്ഷ. നിങ്ങളടക്കം നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ കൊടുക്കണം. മെൻസ് കമ്മീഷൻ വേണോ വേണ്ടയോ? അതിന്റെ റിസൾട്ട് എന്തായാലും അറിയാൻ കഴിയും. അല്ല, ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള സ്ത്രീകൾ എക്സ്പോസ് ചെയ്യാൻ രാഹുൽ ഈശ്വർ ഒരു കാരണമായി. അതേപോലെ സ്ത്രീകൾ ഇനിയും അതിൽ നിലവിൽ കേരളത്തിലുണ്ട്. നമ്മൾ ശരിക്കും സ്ത്രീകളെ എന്തെങ്കിലും ചെയ്യാനല്ല, പക്ഷെ പുരുഷന്മാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം. ഒരുപാട് പുരുഷന്മാർ അങ്ങനെ ആത്മഹത്യയും മറ്റും ചെയ്യുന്നുണ്ട്, ജീവിത തകർച്ചയുണ്ട്. പറയുമ്പോൾ ഒറ്റ കാര്യം മാത്രം, നമ്മുടെ അച്ഛനും മകനും ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആ സിറ്റുവേഷൻ മാറും. ഓക്കെ.